എല്ലാവർക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിൽ ഒരു ഗോളിന്റെ വിജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC നേടിയിട്ടുണ്ടായിരുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ താരമായ അഡ്രിയൻ ലൂണ അടക്കം പ്രധാന താരങ്ങൾ ഇല്ലാതെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ ഒരു വിജയം കണ്ടെത്തിയത്. രണ്ടാം പകുതിയിൽ ദിമിത്രിയോസ് ഡാമൻഡക്കോസിന്റെ പെനാൽറ്റിയിൽ നിന്നും നേടിയ ഗോളിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം. മുൻനിര താരങ്ങളുടെ അഭാവം മൂലം യുവതാരങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. മിഡ്ഫീൽഡിൽ അണിനിരുന്ന വിപിൻ മോഹനൻ, ഐമൻ അസർ എന്നിവർ മികച്ച പ്രകടനം തന്നെയാണ് പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിൽ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു ഗെയിം ആരംഭിക്കുന്ന ആദ്യ ഇരട്ടകൾ എന്ന നിലയിൽ ചരിത്രത്തിൽ അവരുടെ പേരുകൾ എഴുതി ചേർത്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നുള്ള ഇരട്ടകളായ അസറും ഐമനും. ലക്ഷദ്വീപ് സ്വദേശിയും കേരള ബ്ലാസ്റ്റേഴ്സ് അക്കാദമിയിലൂടെ തരംഗം സൃഷ്ടിച്ചതുമായ ഐമനും അസറും ഈ ഒരു സീസണിൽ കിട്ടിയ അവസരങ്ങളിൽ മികച്ച പ്രകടനം തന്നെയായിരുന്നു പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും ഒരു ലെഫ്റ്റ് വിങ്ങർ ആയിട്ടും ലെഫ്റ്റ് മിഡ്ഫീൽഡർ ആയിട്ടുമാണ് ഐമൻ കളിക്കുന്നത്. ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡറായി അസർ ആവശ്യമുള്ളപ്പോൾ കൂടുതൽ ക്രിയാത്മകമായ റോളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവുള്ള താരമാണ്. ലക്ഷദ്വീപിൽ നിന്നുള്ള ഈ ഒരു ഇരട്ടകൾ അവരുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് കേരളത്തിലേക്ക് താമസം മാറ്റിയിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് അണ്ടർ 15 ടീമിനായുള്ള ട്രയൽസിൽ എത്തിയതോടെയാണ് ഇവരുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറിയത്. ഡോൺ ബോസ്കോ FCയിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മാറിയ ഐമനും അസറും ക്രമാനുഗതമായി ഉയരങ്ങളിലെത്തി. നിലവിലെ ISLന്റെ 10ാമത്തെ സീസണിൽ ഐമൻ 9 മത്സരങ്ങളിൽ തന്റെ മികവ് കാണിച്ചപ്പോൾ അസർ 4 മത്സരങ്ങൾ കളിച്ചു. ഈ രണ്ട് താരങ്ങളുടെ യാത്ര ISLൽ മാത്രം ഒതുങ്ങിക്കൂടുന്നതല്ല. ഡെവലപ്മെന്റൽ ലീഗ്, ഡ്യൂറന്റ് കപ്പ്, നെക്സ്റ്റ് ജെൻ കപ്പ് എന്നിവയിൽ രണ്ട് താരങ്ങളും കാര്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ജനിച്ച കളിക്കാർക്ക് അവസരം നൽകാത്തതിന്റെ പേരിൽ തുടർച്ചയായി വിമർശനങ്ങൾ നേരിടുന്ന ക്ലബ്ബ് കഴിഞ്ഞ മത്സരത്തിൽ 4 അക്കാദമി ബിരുദധാരണികൾ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാഴ്ച ISLൽ അപൂർവമാണ്. കൂടാതെ പകരക്കാരുടെ പട്ടികയിൽ 2 അക്കാദമി ബിരുദധാരണികൾ കൂടി ഉൾപ്പെട്ടതോടെ യുവത്വ വികസനത്തോടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിബദ്ധതയുടെ സ്വാധീനം വ്യക്തമായി. ഇത് കൂടാതെ കലിംഗ സൂപ്പർ കപ്പ് 2024ന്റെ ഗ്രൂപ്പ് ഘട്ടത്തിനായുള്ള നറുക്കെടുപ്പ് ഇന്നലെ ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഫുട്ബോൾ ഹൗസിൽ നടന്നിട്ടുണ്ടായിരുന്നു. കലിംഗ സൂപ്പർ കപ്പ് 2024 ജനുവരി 9 മുതൽ 2024 ജനുവരി 28 വരെ ഒഡീഷയിൽ നടക്കുമെന്ന് നവംബറിൽ AIFF പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൂർണമെന്റിൽ 16 ടീമുകളെ 4 ടീമുകൾ വീതമുള്ള 4 ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്. ഐ ലീഗ് ക്ലബ്ബുകളെല്ലാം തന്നെ പ്ലേ ഓഫിലൂടെ ആയിരിക്കും ഈ ഒരു ഗ്രൂപ്പ് ഘട്ടത്തിലേക്ക് എത്തിച്ചേരുക. ടൂർണമെന്റ് സൂപ്പർ കപ്പ് 2023 സമാനമായ ഒരു ഫോർമാറ്റ് പാലിക്കും. ഇവിടെ ഓരോ ഗ്രൂപ്പിൽ നിന്നും 1ാം സ്ഥാനത്തുള്ള ടീം സെമി ഫൈനലിലേക്ക് മുന്നേറും. ജനുവരി 28 നടക്കുന്ന ഫൈനലിലെ വിജയിക്ക് 2024-25 AFC ചാമ്പ്യൻസ് ലീഗിലേക്കുള്ള ടിക്കറ്റ് ലഭിക്കും. കൊൽക്കത്ത വമ്പന്മാരായ ഈസ്റ്റ് ബംഗാൾ FCയെയും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെയും ഗ്രൂപ്പ് എയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് FC, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC, ജംഷഡ്പൂർ FC എന്നിവർ ഗ്രൂപ്പ് ബിയിലും മത്സരിക്കും. ഗ്രൂപ്പ് സിയിൽ മുംബൈ സിറ്റി FC, ചെന്നൈ FC, പഞ്ചാബ് FC, ഐ ലീഗ് 3 എന്നിവ ഉൾപ്പെടുന്നു. അവസാന ഗ്രൂപ്പായ ഗ്രൂപ്പ് ഡി നിലവിലെ ചാമ്പ്യന്മാരായ ഒഡീഷ FC, മുൻ ചാമ്പ്യന്മാരായ ബംഗളൂരു FC ഗോവ, ഐ ലീഗ് 4 എന്നിവരും മത്സരിക്കും. ഏതായാലും ഈ ഒരു മത്സരങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം. ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി നിങ്ങളോട് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. നിങ്ങളിൽ വീഡിയോ കണ്ടുപോകുന്ന ഭൂരിഭാഗം ആളുകളും ഇപ്പോഴും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകൾക്കായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.